ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ കുറയണമേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 11. അക്കാലത്ത് യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, അങ്ങ് ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനാൽ അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു അങ്ങയുടെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവർക്കുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ശിശു സഹജമായ ആത്മീയത ധ്യാനിക്കാം. ദൈവമായ കർത്താവ് ദൈവത്തിന്റെ രൂപത്തിലും ഭാവത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ആരാധിച്ച് അവിടുത്തെ തിരുഹിതം വിശ്വസ്തയോടെ നിറവേറ്റി കടന്നു പോകുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതികൾ ഏറ്റവും മനോഹരമായി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുക നിഷ്കളങ്കമായ കൃപാവരങ്ങൾക്കാണ്, അഥവാ ശിശു സഹജമായ നിഷ്കളങ്കതയിലാണ്. ദൈവം ഏറ്റവും കൂടുതൽ പ്രസാദിക്കുന്നതും ജീവിത വിശുദ്ധിയുടെ പൂർണ്ണതയിലാണ്. ഒരു കൊച്ചുകുഞ്ഞ് എത്രമാത്രം നൈർമല്യമുള്ള വ്യക്തിയായിരിക്കുന്നുവോ അത്രമാത്രം ഹൃദയശുദ്ധിയുള്ള വ്യക്തികളായി രൂപാന്തരപ്പെടുവാൻ, അപ്രകാരം വ്യാപരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, പരിശുദ്ധനായവനെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ് എന്ന്. പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, എല്ലാ അറിവിന്റെയും ഉറവിടം ദൈവമാണ് എന്ന്. എല്ലാ വിജ്ഞാനവും അവിടുത്തേതാണ്. അവിടുന്നാണ് ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. അവിടുന്നാണ് നമുക്ക് ഓരോരുത്തർക്കും രൂപവും ഭാവവും നൽകിയത്. ദൈവം നൽകിയ കൃപാവരങ്ങൾക്ക് അനുസൃതമായി ദൈവഹിതം നിറവേറ്റി ജീവിക്കുവാൻ നമുക്ക് ഒരു നിഷ്കളങ്കമായ ഹൃദയം ആവശ്യമാണ്. ശിശുക്കൾ അപ്രകാരം നിഷ്കളങ്കരായി ഈ ലോകത്ത് വ്യാപരിക്കുന്ന പോലെ നമുക്കും അപ്രകാരമായിരിക്കാൻ കഴിയുമെന്നും യേശു പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഇക്കാര്യങ്ങൾ അങ്ങ് ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകമതികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനാൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. നോക്കൂ, എവിടെയാണോ ദൈവത്തിന്റെ പരിശുദ്ധി ഈ ഭൂമിയിൽ കാത്തു സൂക്ഷിക്കപ്പെടുക, അവിടെ സ്വർഗീയമായ വെളിപ്പെടുത്തലുകളും ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതികളുടെ രൂപവും ഭാവവും ദർശിക്കുവാനും സാധിക്കും. ഇപ്രകാരമായിരുന്നു അവിടുത്തെ തിരുവള്ളം. സർവവും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അതെ, പിതാവിനെ അറിയുവാനുള്ള ഏറ്റവും സുന്ദരമായ മാർഗം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുക. അവിടുത്തെ വചനം, അവിടുത്തെ സത്യം, അവിടുത്തെ നീതി, അവിടുത്തെ പരിശുദ്ധി നാം തിരിച്ചറിയണം. നാം അത് ഉൾക്കൊള്ളുമ്പോൾ, മനസ്സിലാകുമ്പോൾ, അതനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ പിതാവിന്റെ കൃപാവരങ്ങൾ സ്വീകരിക്കുവാൻ നമ്മൾ യോഗ്യരായി തീരും. ക്രിസ്തു നമുക്ക് പിതാവിനെ വെളിപ്പെടുത്തി തരികയും ചെയ്യും. ഇതൊരു ആത്മീയ ജീവിത കൃപാവരമാണ്. നാം ദൈവത്തോട് എത്രമാത്രം ചേർന്ന് ജീവിക്കുന്നുവോ അത്രമാത്രം നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുന്നു. അഥവാ അവിടുന്ന് യഥാർത്ഥത്തിൽ ആരാണ് എന്ന് നമുക്ക് വെളിപ്പെടുത്തരുകയും നമ്മൾ ദൈവിക മനുഷ്യരായി രൂപാന്തരപ്പെടുകയും ചെയ്യും. ഹൃദയവും ആത്മാവും ദൈവത്തിന്റെ സ്നേഹത്തിന്, അവന്റെ കൃപാവരത്തിന് സമർപ്പിതമാകുമ്പോഴാണ് സാധ്യമാവുക. നാം ഈ ഭൂമിയിലെ ബന്ധനങ്ങളിലായിരിക്കുമ്പോൾ, ദുരനുഭവങ്ങളിലും പാപത്തിന്റെ അന്ധകാരത്തിലുമായിരിക്കുമ്പോൾ ദൈവിക സത്യങ്ങൾ ഗ്രഹിക്കുവാനോ ദൈവ തിരുമനസ്സിനനുസരിച്ച് ജീവിക്കുവാനോ നമുക്ക് സാധിക്കില്ല. നമുക്ക് വേണ്ടത് ശിശു സഹജമായ ഒരു ആത്മീയതയാണ്, നിഷ്കളങ്കതയാണ്, ദൈവാശ്രയ ബോധമാണ്.
ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുവാനും ദൈവത്തിൻ്റെ തിരുഹിതത്തിന് മുമ്പിൽ നിഷ്കളങ്കമായ സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുവാനും നമുക്ക് സാധ്യമാകണം. ഒരു കൊച്ചു കുഞ്ഞ് എത്രമാത്രം ലാളിത്യത്തോടാണ് മാതാപിതാക്കളിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ആ സ്നേഹബന്ധത്തിൽ നിലനിൽക്കുകയും ചെയ്യുക. നമുക്കും അപ്രകാരം ഒരു ആത്മീയ ബന്ധം ദൈവവുമായി ഉണ്ടാകുമ്പോൾ നാമും നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുകയും ആ ആത്മീയതയിൽ ദൈവത്തെ ദർശിക്കുവാനും ദൈവത്തിൻ്റെ പദ്ധതികൾക്കനുസൃതമായി നമ്മുടെ എളിയ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ സാധ്യമാവുകയും ചെയ്യും. ഈ വിശുദ്ധ ദിനത്തിൽ നമുക്കും നമ്മുടെ ഹൃദയങ്ങളെ നിഷ്കളങ്ക സ്നേഹത്തിലേക്ക് നയിക്കുവാൻ, ശിശുസഹജമായ ആത്മീയതയിലേക്ക് നയിക്കുവാൻ കൃപാവരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ